എല്ലാവർക്കും നമ്മളുടെ സ്പെസിസിൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷുഗർ കെയിൻ ഫാമാണ്. എന്തിനാ വെച്ചാൽ ഒരു പേപ്പർ അത്യാവശ്യമുണ്ട്. കാരണം ഇവർ നമുക്ക് എമറാൾഡ് തരുന്ന ഞാൻ കുറേ നേരം ഇവിടെയൊക്കെ ട്രേഡ് ചെയ്ത് എന്നിട്ട് പറയും ഈ ലോക്ക് തുറക്കണി അതെന്താണെന്ന് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു ലോക്ക് തുറക്കണി അതെന്താ നിങ്ങൾക്കറിയില്ല. കുറച്ച് നേരം ട്രേഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇവനക്ക് ഈ വില്ലേജറിൽ വന്നിട്ട് ക്ലേ കൊടുത്തിട്ട് എമറാൾഡ് ഒപ്പിക്കുന്നുണ്ട്. ഒരു 12 എമറാൾഡ് കിട്ടിയെന്ന് ഓർമ്മ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തൊരു കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യട്ടെ എല്ലാവരും. ഓക്കെ, നമുക്കിനി നമ്മൾ ഷുഗർ കെയിൻ ഫാം ഉണ്ടാകുമ്പോൾ എന്ത് ട്രേഡ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ആവശ്യമുള്ളത് തന്നെ ചെയ്യുക. ഇത് നമുക്കിപ്പോൾ ആവശ്യമുണ്ടാകുമ്പോൾ ഇത് വന്നുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറയാൻ പോകുന്നത് 3 വീഡിയോ കഴിഞ്ഞ് എന്താ വെച്ചാൽ ഞങ്ങൾ ടൂർ പോയായിരുന്നു. അപ്പോൾ ടൂർ പോയിട്ട് ഇന്ന് വന്നിട്ടുള്ളേന്ന്. അപ്പോൾ ഇന്ന് കളിക്കാൻ വെച്ച് ഇന്ന് കളിച്ചിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഷുഗർ കെയിൻ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ എൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. സിമ്പിളാണ്, ഏറ്റവും കൂടുതൽ സിമ്പിൾ ഫാമാണ്. അത് നമുക്ക് ഒരു കെൽപ്പ് ഫാം ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ അവിടുത്തെ ഫ്യൂൽ ചെയ്യുക. ഇപ്പോൾ നമ്മൾ സൂപ്പർമാൻ അല്ല കേട്ടോ, സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കെൽപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. അത് കെൽപ്പ് നല്ല ഫ്യൂലാക്കി ഉപയോഗിക്കുക സൂപ്പർമാന്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മുമ്പ് ഞാനൊരു കയ്യബദ്ധം കൊണ്ട് ഞാൻ ഇത് വാങ്ങിപ്പോയി. ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ, അപ്പോൾ തന്നെ ഇത് വന്ന് 100 പിക്കാസ് കൈ തട്ടിയിട്ടുള്ളൂ, അപ്പോൾ ഇത് വാങ്ങി. അപ്പോൾ നമുക്ക് ഫാം ഉണ്ടാക്കാൻ ഇത്രയും സാധനങ്ങൾ മതി. എന്തൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ ഒപ്പിച്ചാണ്. അങ്ങനെ നമ്മൾ ഇതാണ് എന്താ പറയുക, കോബിൾസ് ജനറേറ്ററാണ്. അത് ഞാൻ FK ആക്കാണ്ട് റൂം അങ്ങനെ ആക്കിയത്. പിന്നെ നമ്മൾ അയൺ ഫാം ഇപ്പോൾ വർക്കിംഗ് ആണോ നമ്മൾ നോക്കിയത്. കുറേ ദിവസം ഇങ്ങോട്ട് വന്നിട്ടൊക്കെ നമ്മൾ അയൺ ഫാം അത്യാവശ്യം വർക്ക് ഇവിടെ FK വെക്കണം. ഇവിടെ FK വെക്കുമ്പോൾ നമ്മൾ ഷുഗർ കെയിൻ വർക്ക് ആയിക്കോളും. നമുക്കിനി ഇവിടെ ആയിട്ട് ഉണ്ടാക്കുക. ഇവിടെ നമ്മൾ പയ്യ അയൺ ഫാം ഉണ്ടായിരുന്നു, വർക്കാവാത്ത അയൺ ഫാം ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കാം. പിന്നെ ആദ്യം 2 ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ആയിട്ട് തൽക്കാലം വെക്കുക. ഇവിടെ അയൺ ഫാം വർക്കാവുന്നതിൻ്റെ ഒരു കുറച്ച് പോച്ചൊക്കെ ഉണ്ട് വെട്ടിക്കളയുക, പുല്ലൊക്കെ ഉണ്ട് വെട്ടിക്കളയുക. എന്നിട്ട് നമുക്ക് 2 ചെസ്റ്റ് ഇവിടെ വെച്ചേക്കാം. എന്നിട്ട് ഓപ്പർ എടുക്കണം. ലാഗ് കാരണം ഒരാളെങ്ങാനും പറ്റില്ല. വീഡിയോയിൽ ലാഗ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കറിയാം ലാഗ് അടിക്കുന്നുണ്ട്. ഈ ചെസ്റ്റിനെ നോക്കിയിട്ട് ഓപ്പർ വെക്കുക. അതുപോലെ ഈ ഓപ്പർ നോക്കിയിട്ട് ഇവിടെ ഒരു ഓപ്പർ വെക്കുക. അതേപോലെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഈ ഓപ്പർ നോക്കിയിട്ട് ഇവിടെ ഒരു ഓപ്പർ വെക്കുക. എന്നിട്ട് പുറത്തൊരു ഓപ്പറും കൂടി വെക്കുക. അതിൻ്റെ ലാസ്റ്റുള്ള ഓപ്പർ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അവിടെ ഇല്ല പൊട്ടിച്ചെടുക്കട്ടെ. എൻ്റെ ഒരു കയ്യബദ്ധം കൊണ്ട് പിക്കാസ് ഞാൻ വാങ്ങിയത്. ഞാൻ നോക്കിയാണ്, അപ്പോൾ എൻ്റെ കൈ തട്ടി. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റ് സിമെട്രി ആയിട്ടുണ്ട്. ഇവിടെ 2 അവിടെ 2. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് മഡ് ബ്ലോക്ക് എടുക്കാം. മഡ് ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ വെക്കാം. നമുക്ക് ചാടി അങ്ങനെയല്ല, ഇരുന്ന് കണ്ട് വെക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ മേലെ ഫുൾ കൊണ്ട് വെക്കുക. ഈ ഓപ്പറിൻ്റെ മേലെ എല്ലാ ഓപ്പറിൻ്റെ മേലും വെക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് ഉയരം കൂടിയോ എന്ന് സംശയം. ഞാൻ ഉയരം കുറച്ചിട്ട് ഇപ്പോൾ വരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ താത്തി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ട് ഓപ്പർ ഇപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. കണ്ട, ഇതിൻ്റെ അടിയിലായിട്ടാണ് ഞാൻ ഓപ്പർ വെച്ചിരിക്കണേ. കാരണം ഏറ്റവും ഹൈറ്റ് കൂടിയൊരു ഫീല് നമുക്ക് ഇവിടെ ഇട്ട് തിരിച്ച് വെച്ചേക്കാം. നമുക്ക് ഇതിൻ്റെ മേലെ വെക്കാനായിട്ട് മുമ്പേ കുറച്ച് ഞാനിത് മഡ് ബ്ലോക്ക് ഇങ്ങനെ ഫേക്കാന്ന് പറയും. ഞാൻ കാണിച്ചു മഡ് ബ്ലോക്ക് കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. കാണിച്ചതിൻ്റെ ഒരു കുപ്പി എടുത്ത് വന്നിട്ടുണ്ട്. ഈ കുപ്പിയോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മഡ് ബ്ലോക്ക് ഇട്ട് നമുക്ക് പിക്കാസ് കൊണ്ട് പൊട്ടിച്ചെടുക്കാം. അങ്ങനെയാണ് ചെയ്ത് പറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക മറ്റു ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഫേക്കൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ
കണ്ടുപിടിച്ചോ. നമുക്ക് വേണ്ട, അല്ലെങ്കിൽ മറ്റേ കുപ്പി നിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൈഡിൽ മൊത്തം നമുക്ക് ബിൽഡിംഗ് ബ്ലോക്ക് വെക്കാം. ഞാനിപ്പോൾ സ്റ്റോൺ ബ്രിക്ക് എടുത്തിക്കണേ. നിങ്ങൾക്ക് ഏത് ബ്ലോക്ക് ആണെങ്കിൽ വേണമെങ്കിൽ എടുക്കാൻ. ഞാൻ സ്റ്റോൺ ബ്രിക്ക് എടുത്തിക്കണേ. അത് മൊത്തം കൊണ്ട് ഫില്ല് ചെയ്തേക്കാം. അത് മൊത്തം ചുറ്റോട്ടം ഫില്ല് ചെയ്തേക്കാം. പുറത്ത് നമുക്ക് ഫില്ല് ചെയ്യണം. ഈ മഡ് ബ്ലോക്ക് വെക്കാൻ കാരണം എന്താ വെച്ചാൽ, ഈ മഡ് ബ്ലോക്ക് സാധാരണ ബ്ലോക്കിൽ കാട്ടിയോ ചെറിയ ബ്ലോക്കാണ്. അതുകൊണ്ട് ഇത് ഓപ്പർ പെട്ടെന്ന് വലിച്ചെടുക്കും. അതുകൊണ്ടാണ് മഡ് വെക്കാൻ കാരണം. ഓക്കെ, നമ്മൾ ഇനി 2 ബ്ലോക്ക് ഹൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലെ ഇവിടെയും കൂടി വെക്കണം. നമുക്ക് ഇതിൻ്റെ മേലെ പിസ്റ്റം വെച്ച് വെക്കണോ. ഇതിൻ്റെ മേലായിട്ട് പിസ്റ്റം വെച്ച് വെക്കണം. അപ്പോൾ അതായത് പിസ്റ്റം എടുക്കാം. പിന്നെ കുറച്ച് എല്ലാതും 6 ഉണ്ടാക്കണം. നമുക്ക് ഇവിടെ നിന്ന് വെക്കാം. കറക്റ്റ് ഒരു ബ്ലോക്കിൻ്റെ മേലെ വെക്കണം കേട്ടോ, ഒരു ബ്ലോക്കിൻ്റെ വരെ. ഓക്കെ, നമ്മൾ പിസ്റ്റം കറക്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷുഗർ കെയിൻ വെക്കണം. അപ്പോൾ ഉണ്ടാക്കി ഷുഗർ കെയിൻ എടുക്കാൻ നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് എടുത്തുകൊണ്ടാവും. പെരയിലുണ്ട്, പക്ഷെ പെരയായിട്ട് പോകാൻ മടി. ഇവിടെ അടുത്ത് കുറച്ചുണ്ട്, എടുത്തേക്കാം. 6 മതി നമുക്ക്. പുറത്തോട്ട് പൊട്ടിച്ചേക്കാം. അത് മതി, പക്ഷേ എക്സ്ട്ര കയ്യിലിരുന്നോട്ടെ. അവിടെ കുറച്ച് ഇത് നിങ്ങളെന്താ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, ഇതിപ്പോൾ പോരെ. അപ്പോൾ പേപ്പർ ഉണ്ടാക്കാൻ കാരണം ഒരു മറ്റേ വില്ലേജറിന് പേപ്പർ കൊടുത്ത് തന്നെ ഒരു എമറാൾഡ് വരും. മറ്റേ ഒരു ബുക്ക് അങ്ങനെ വില്ലേജർ ചെയ്യുക. ആ വില്ലേജർ നമുക്ക് പേപ്പർ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എമറാൾഡ് തരും. അങ്ങനെ നമുക്ക് ഒപ്പിക്കാം. ഓക്കെ, നമുക്ക് ഇനി ഷുഗർ കെയിൻ പോയി നട്ടെടുത്ത് വയ്ക്കാം. ഇവിടെ പോയി നമുക്ക് നട്ടെടുത്തേക്കാം. ഇതൊക്കെ നടാൻ പറ്റാത്ത നടാൻ ശരി ഗൈസ്, ഞാനൊരു പൊട്ടനായി പോയി. ഷുഗർ കെയിൻ നടാൻ വെള്ളം വേണം. ഞാൻ വെള്ളം വയ്ക്കണം ബ്ലോക്ക് അവിടെ വെച്ചിട്ട്. അപ്പോൾ അത് മൊത്തം വെച്ചിട്ട് പോരാം. ഓക്കെ, ഞാൻ കാണിച്ചിട്ട് നമുക്ക് ഷെയർ എടുത്തിട്ടുണ്ട്. ഷെയർ ഇങ്ങനെ വെക്കുക. നമുക്ക് ഈ ഷെയർ വാട്ടറിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമുണ്ട് വെച്ചേക്കാം. ഒക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇനി ഇത് മൊത്തം വാട്ടറിലൊക്കെ ചെയ്യണം. ആദ്യം വെള്ളം പോയി എടുത്തിട്ട് വരാം ഇനിയും. അപ്പോൾ വെള്ളം എടുക്കാൻ പോകുന്നത് നല്ല ലേക്ക് ചെയ്യാത്തവർക്ക് ലേക്ക് ചെയ്യും കേട്ടോ. നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്തേക്കാം. നമുക്കിനി അവിടെ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചേക്കാം. ഇതുവരെ ഷെയറിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്കിവിടെ വെള്ളം ഒഴിച്ചേക്കാം. ഒറ്റ ക്ലിക്ക് ചെയ്ത് ഞാൻ 2 ക്ലിക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ മൊത്തം വെള്ളം എടുത്തിട്ട് ഇപ്പോൾ വരാം. ഓക്കെ, ഇത് ലാസ്റ്റ് ബക്കറ്റ് ഇതും കൂടെ കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ നമുക്ക് നേരത്തെ വെച്ചാൽ ബ്ലോക്ക് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ കാണിക്കാൻ കഴിയും. ഓക്കെ, ഞാനത് മൊത്തം വെച്ച് കഴിഞ്ഞിട്ട് നേരത്തെ വെച്ചാൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഷുഗർ കെയിൻ നട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കെയിൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മേലെ ഇത് മറ്റേ റെസ്റ്റോറൻ്റ് അത് ചെയ്യണം. അത് നമുക്ക് ഇതിൻ്റെ മേലെ കയറുമ്പോൾ ഡർട്ട് കൈക്ക് കൊടുത്തേക്കാം. ഡർട്ട് കൈക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ അങ്ങനെ കയറിയ ഇത്ര പെട്ടെന്ന് ഗ്രാസായോ, ഇതെന്തത് വെച്ചിട്ടുള്ള പോലെ ഗ്രാസായി. ഓക്കെ, നമുക്ക് ബ്ലോക്ക് എടുക്കാം. ആദ്യം നമുക്ക് റെസ്റ്റോണും വേണം, ഒബ്സർവറും വേണം. ഒബ്സർവർ എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ വെക്കാം. പിന്നെ നമ്മുടെ ആയിട്ട് തന്നെ ടെമ്പററി ബ്ലോക്ക് വെക്കണം. ടെമ്പററി തന്നെ സാധാരണ നമ്മളിപ്പോൾ പൊട്ടിച്ചാളിയും കൂടെ നിന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ വേണ്ട. നമുക്കിനി റെസ്റ്റോണോ ഒബ്സർവറും എടുത്തേക്കാം. റെസ്റ്റോണോ ഒബ്സർവർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒബ്സർവർ നമുക്ക് ഇവിടെ ഇതിന് നോക്കി വയ്ക്കാം. ഈ സ്റ്റോപ്പ് സാധനം ഇങ്ങോട്ടായിട്ട് വരണം, ബാക്കൊക്കെ ആയിട്ട്. ഓക്കെ, നമ്മൾ 6 കറക്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ടെമ്പററി ബ്ലോക്കാണ്, പൊട്ടിച്ച് മാറ്റിയേക്കാം. ഇനി ഈ ടെമ്പററി ബ്ലോക്കിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇത് മൊത്തം പൊട്ടിച്ച് മാറ്റിയേക്കാം. എന്നിട്ട് ഈ ബ്ലോക്ക് ഈ പിസ്റ്റൻ്റെ മേലെ വെക്കുക. പിസ്റ്റലിൽ നോക്കിയിട്ട് പിസ്റ്റൻ്റെ മേലെ വെക്കുക. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി മേലെ കയറണം. നമുക്ക് ബ്ലോക്ക് കൂട്ടിക്കാം. നമുക്കിവിടെ തൽക്കാലം നമുക്കിത് മൊത്തം കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ബ്ലോക്ക് വെച്ചേക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റ് എടുത്തിട്ട്
ഇത് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ ഈ ബ്ലോക്ക് നമുക്ക് വെച്ചെടുക്കാം. നമ്മൾ ഫാം റണ്ണായിട്ടുണ്ട്. ഞാൻ കാണിച്ചു സീൽഡ് അല്ല, നമുക്ക് ഷുഗർ എടുത്തിട്ട് കാണിച്ചു തരാം. ഷുഗർ എടുത്തിട്ടുണ്ട്. അയ്യോ നെറ്റ് പ്രോബ്ലമാണ്, അത് നെറ്റിൻ്റെ പ്രോബ്ലം. ഓക്കെ വേണ്ട, അത് പൊട്ടിച്ചിടും. അപ്പോൾ നമ്മൾ ഫാർം വർക്കാവുണ്ട്. നമുക്കിത് മൊത്തം കവർ ചെയ്യാം. അത് മൊത്തം കവർ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കാൻ അങ്ങനെ അത് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട മനസ്സിലാവും. നമുക്കിനി ഗ്ലാസ് വെക്കാം. ഗ്ലാസ് ഇവിടെ ആവശ്യമില്ല. നമുക്ക് ബ്ലോക്ക് വെക്കാം, ടെമ്പററി ബ്ലോക്ക് വെക്കാം. ഒരു ഗ്ലാസ് വെക്കാം. ഇനി ഇത് മൊത്തം ഫില്ല് ചെയ്യാം. ഗ്ലാസ് തെയ്യോന്ന് അറിയില്ല, ബാക്കി ആവുമോയെന്ന് എനിക്കറിയില്ല. നമുക്കിത് മൊത്തം വെക്കാം. ഓക്കെ, ഇത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് കറക്റ്റ് തെയ്ഞ്ഞു കിട്ടുക. ഞാൻ ബാക്കിയാവും തെയ്യൂല വെച്ചിട്ടേന് കറക്റ്റായി. നമുക്ക് ഇനി ടോപ്പും കൂടി അടിച്ചേക്കാം. ഈ ടെമ്പററി ബ്ലോക്ക് കൊണ്ട് പൊട്ടിച്ചളിയാം. ഇനി നമുക്ക് മേലെ കയറിയിട്ട് ടോപ്പും കൂടി അടിക്കാം. അങ്ങനെ ടോപ്പ് ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ കണ്ട മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റ് ഉള്ളിൽ നമുക്ക് തൽക്കാലം ഒരു ടോർച്ച് ഇവിടെ വെച്ചേക്കാം. നമുക്ക് ടോർച്ച് എടുക്കാം. ടോർച്ചിൻ്റെയൊക്കെ 39 ഉണ്ട്. പക്ഷേ വെറുതെ ലൈറ്റിന് ഒരു വെളിച്ചത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ അടുത്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്കിനി അടിയിൽ 2 വെക്കാം. വെറുതെ ഒരു ലൈറ്റിന് വേണ്ടിയിട്ട്. ലൈറ്റ് ഉണ്ടെങ്കിൽ വേഗം വേണ്ട. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തുമല്ല നേരെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.